ഓം നമോ വെങ്കിടേശായ, ഓം നമോ ശ്രീനിവാസായ. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അറിയിക്കാനുള്ള വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഭഗവാൻ ഗോവിന്ദന്റെ നാമത്തിൽ എനിക്കൊരു ചെറിയ ലൈക്ക് തന്ന് സഹായിക്കണേ. തിരുപ്പതിയിൽ വീണ്ടും SSD ടോക്കൺ സമയം മാറിയിട്ടുണ്ട്. സ്ലോട്ടഡ് സർവദർശൻ ടോക്കണിൻ്റെ സമയം മാറിയിരിക്കുകയാണ്. 2026 ജൂൺ 19 മുതൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയാണ് ടോക്കൺ ഇപ്പോൾ കൊടുക്കുന്നത്. രാവിലെ 11 മണി മുതൽ തന്നെ ഭക്തർ ക്യൂ നിൽക്കാനായി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. SSD ടോക്കൺ കൊടുക്കുന്നത് 3 സ്ഥലങ്ങളിലാണല്ലോ. ഒന്ന് നമ്മുടെ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള വിഷ്ണു നിവാസം കോംപ്ലക്സിലും, 2 തിരുപ്പതി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ശ്രീനിവാസ കോംപ്ലക്സിലും, 3 അലിപ്പിരി നടപ്പാതയുടെ അടുത്തുള്ള ഭൂദേവി കോംപ്ലക്സിലുമാണ്. ശ്രദ്ധിക്കുക, തിരുപ്പതി ദർശനവുമായി ബന്ധപ്പെട്ട് എല്ലാ അപ്ഡേറ്റ്സുകളും കൊടുക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഡയറക്റ്റ് പോകാനുള്ള ഒരു ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ഇനി പറയാൻ പോകുന്നത് അവിടുത്തെ തിരക്കിനെ പറ്റിയിട്ടാണ്. തിരക്ക് ഒന്ന് കുറയുന്ന സമയമാണിത്. അതായത് ഈ ജൂൺ മാസത്തിലെ അവസാനവും ജൂലൈയിലെ മുഴുവൻ മാസവും കൂടി അവിടെ തിരക്ക് കുറവായിരിക്കും. എന്ന് വെച്ച് തീരെ തിരക്ക് കുറവ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ ഉള്ളൊരു ബുദ്ധിമുട്ട് ഈ ഒരു കാലയളവിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് മുൻകൂട്ടി ഒരു പ്ലാനും ചെയ്യാത്ത ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവർ, ഇനിയിപ്പം നടന്നു കയറുന്നതാണെങ്കിലും തിരുമലയിലെത്തി ഫ്രീ ക്യൂ ആണെങ്കിലും അതല്ല ഇതുപോലത്തുള്ള SSD ഫ്രീ ആണെങ്കിലും നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ തിരുപ്പതി യാത്ര പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ദർശനം ഉറപ്പായിട്ടും കിട്ടും. ഇനി സ്പെഷ്യൽ എൻട്രി ദർശനത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ 300 രൂപയുടെ സ്പെഷ്യൽ എൻട്രി ദർശൻ ഇപ്പോൾ, അതായത് ജൂൺ 24-ാം തീയതി രാവിലെ 10 മണിക്ക് ഓപ്പൺ ആവും. അത് സെപ്റ്റംബർ മാസത്തിലേക്ക് ഉള്ളതാണ്. സെപ്റ്റംബർ മാസത്തിലേക്ക് 300 രൂപ എൻട്രി ദർശനത്തിന് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ സമയത്ത് നമ്മുടെ തിരുമലയിൽ ബ്രഹ്മോത്സവം നടക്കുന്ന സമയമാണ്. അതായത് സാധാരണ ആളുകളെക്കാൾ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു കാലയളവാണത്. ഒക്ടോബർ സെപ്റ്റംബർ, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ കേട്ടോ, ഒക്ടോബർ അല്ല, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഈ വട്ടം 2 മാസങ്ങളിലായിട്ട് ബ്രഹ്മോത്സവം 2 സമയങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. അതിൽ സെപ്റ്റംബർ 15 തൊട്ട് 23 വരെയാണ് ആ ഒരു മാസത്തിലെ ബ്രഹ്മോത്സവം നടക്കുന്നത്. നല്ല രീതിയിലുള്ള തിരക്കായിരിക്കും, അതായത് ഹെവി റഷ് ആയിരിക്കും. അപ്പോൾ SSD ടോക്കൺ ആണെങ്കിലും ഫ്രീ ടോക്കൺ ആണെങ്കിലും നടന്നു കയറുന്നവരൊക്കെ ഈ ഒരു സമയം മാക്സിമം അവോയ്ഡ് ചെയ്യുക. അത്രയ്ക്കും തിരക്കവിടെ ഉണ്ടാവും. സെപ്റ്റംബർ 15 തൊട്ട് സെപ്റ്റംബർ 23 വരെ. ഇനി ജൂൺ മാസത്തിൽ സെപ്റ്റംബർ മാസത്തിലേക്കുള്ള സ്പെഷ്യൽ എൻട്രി, അതായത് 300 രൂപയുടെ എൻട്രി ദർശനം ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സെപ്റ്റംബർ 1 തൊട്ട് 8 വരെ നല്ല കാം ആൻഡ് ക്വയറ്റായിരിക്കും. വലിയ റഷോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ സെപ്റ്റംബർ 24, 25, 29, 30 ഈ തീയതികളും കുഴപ്പമില്ല. ആകെ ഒരു പ്രശ്നം, ആ ഒരു ബ്രഹ്മോത്സവം നടക്കുന്ന കാലയളവുണ്ട്. സെപ്റ്റംബർ 15 തൊട്ട് 23 വരെയുള്ള ഒരു 7-8 ദിവസം. ഈ സമയങ്ങളിൽ നമ്മൾ ഏത് തരത്തിലുള്ള സ്പെഷ്യൽ എൻട്രി ദർശനമാണെങ്കിലും ഫ്രീ ക്യൂ ആണെങ്കിലും നമ്മൾ ബുക്ക് ചെയ്ത് ഭഗവാന്റെ സന്നിധിയിലെത്തിയാൽ നല്ല രീതിയിലുള്ള ഒരു ഹെവി റഷ് നമുക്കവിടെ അനുഭവപ്പെടാനായിട്ട് സാധിക്കും. ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഈ SSD ടോക്കൺ മാറിയതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ് തരാനാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെങ്കിൽ പോലും ഈ ജൂൺ അവസാനമുള്ള സമയവും ജൂലൈ മുഴുവനുള്ള സമയം നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം, അതായത് അവധി ദിവസങ്ങളിൽ പോവാതെ, വെള്ളി ശനി ഞായറായിട്ടുള്ള വീക്കെൻഡ് ദിവസങ്ങളിൽ പോവാതെ ഏതെങ്കിലും ഒരു ഇട ദിവസം നിങ്ങൾ തിരുപ്പതി ദർശന യാത്ര പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ദർശനം ഭഗവാന്റെ സന്നിധിയിലെത്തി സമാധാനപരമായിട്ട് തന്നെ നടത്താനായി സാധിക്കും. ഒന്നാമത്തെ കാര്യം, അവിടെ ഹെവി റഷ് ആണെങ്കിൽ പോലും ഭക്തർക്ക് ഒരു കുറവും ഭഗവാന്റെ സന്നിധിയിൽ എത്തുന്നവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. കിടക്കാൻ വലിയ വലിയ ബിൽഡിങ്ങുകളുണ്ട്, കഴിക്കാൻ ആഹാരം തരും, നമുക്ക് ബാത്റൂമിൽ പോകാനൊക്കെ ആണെങ്കിൽ ശൗചാലയമുണ്ട്, 24 hours മെഡിക്കൽ സപ്പോർട്ടുള്ള ഇത്രയും അധികം എന്താ പറയുന്ന സംവിധാനങ്ങളല്ലോ ഒരു മറ്റ് തീർത്ഥാടന കേന്ദ്രം നമ്മുടെ ഭാരതത്തിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് അച്ചിട്ടാണൊക്കെ പറയാം. അതുപോലെ തന്നെ നടന്ന് കയറുന്നവർക്ക് പറയുന്ന ദർശനമാണ് ഈ പറയുന്ന പോലെ ദിവ്യ ദർശനം. അത് നമുക്ക് 2 രീതിയിൽ നടത്താം. ഒന്ന് ശ്രീവാരിമേട്ട് വഴി നടന്നു പോകാം, മറ്റേത് അലിപ്പിരി നടപ്പാത വഴിയും നമുക്ക് നടന്നു പോകാവുന്നതാണ്. ഇതിൽ അലിപ്പിരി നടപ്പാത വഴി നടന്നു പോകുമ്പോൾ രാവിലെ 6 മണി തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ടോക്കൺ കൊടുക്കുന്നത്. അന്ന് തന്നെ കയറി അന്ന് തന്നെ ടോക്കൺ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ശ്രീവാരിമേട്ട് വഴി ദർശനം നടത്തുമ്പോൾ നമ്മൾ ഈ SSD ടോക്കൺ മേടിക്കുന്നത് പോലെ, അതായത് അലിപ്പിരി നടപ്പാതയുടെ അടുത്ത് SSD ടോക്കൺ കൊടുക്കുമല്ലോ ഭൂദേവി കോംപ്ലക്സിൽ, ആ ഭൂദേവി കോംപ്ലക്സിൽ തന്നെയാണ് നമുക്ക് എന്താ കിട്ടുന്നത്,
കിട്ടുന്നത്? ഈ ദിവ്യ ദർശനത്തിനുള്ള ശ്രീവാരിമേട്ടിലേക്ക് പോകാനുള്ള നടപ്പാത വഴി പോകാനുള്ള ടോക്കണും കിട്ടുന്നത് ഈ സെയിം സമയത്ത് തന്നെ SST ടൈമിന്റെ അതേ സമയത്ത് തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പം 2 മണി തൊട്ട് 4 മണി വരെയുള്ള ഒരു സമയം, പക്ഷേ 11 മണി തൊട്ട് തന്നെ അവിടെ ഭക്തർ വരും. അപ്പം ശ്രീവാരിമേട്ട് വഴി നടന്നു പോകുന്നവർ അവിടെ പോയി ടോക്കൺ എടുത്തിട്ട് തൊട്ടടുത്ത ദിവസമായിരിക്കും നമുക്ക് ദർശനം നടത്താനായി സാധിക്കുന്നത്. അലിപ്പിരിയിൽ അങ്ങനെയില്ല, നമുക്ക് അപ്പം തന്നെ വന്ന് അലിപ്പിരി നടപ്പാത വഴി നേരെ കയറി നടന്നു പോവാവുന്നതാണ് കേട്ടോ. ഓം നമോ വെങ്കിടേശായ. ഗോവിന്ദ ഗോവിന്ദ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഭാരതത്തിലെ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് നമുക്കതൊരു വലിയ കാര്യം തന്നെയാണ്. അത് നിങ്ങൾ മിസ്സാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. നമ്മൾ കേരളത്തിൽ നിന്ന് എവിടെ നിന്നായിക്കോട്ടെ തിരുപ്പതിയിൽ എത്തിക്കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷന് പരിസരത്ത് റൂമുകൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ പല നല്ല ബഡ്ജറ്റുകളിൽ നമുക്ക് റൂം അവൈലബിലിറ്റി ഉറപ്പായിട്ടും കിട്ടും. ഓഫ്ലൈൻ ആയിട്ട്, അതായത് അവിടെ വന്ന് റൂം കണ്ട് എടുക്കുന്നതാണ് നല്ലത്. ഏറ്റവും അനുയോജ്യവും അത് തന്നെയാണ്. വിഷ്ണു നിവാസത്തിന്റെ അടുത്ത്, അതായത് തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി വരുന്ന വിഷ്ണു നിവാസം, SST ടോക്കൺ കൊടുക്കുന്ന ഒരു കേന്ദ്രമാണ് വിഷ്ണു നിവാസം. ആ വിഷ്ണു നിവാസത്തിന്റെ അടുത്ത് തന്നെ ധാരാളം നല്ല ഹോട്ടലുകളുണ്ട്. ഞാൻ എൻ്റെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ ഞാൻ താമസിച്ച ഹോട്ടലുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് തന്നെ നിങ്ങൾ താമസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനടുത്തായിട്ടൊക്കെ തന്നെ നിങ്ങളൊരു നല്ലൊരു ഹോട്ടൽ ഇവിടെ തിരുപ്പതി റെയിൽവേ സ്റ്റേഷന് അടുത്ത് തന്നെ ഒന്ന് ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോഴും ഇവിടെ നമ്മളെ നാട്ടിലെ കണക്കല്ല, അതിൻ്റെതായ തിരക്ക് ഇവിടെ അനുഭവപ്പെടാം. ഇപ്പം മേളിൽ തിരുമല ഭഗവാന്റെ സന്നിധി പോകുന്നത് പോലെ തന്നെയാണ് ഇവിടെ താഴെ തിരുച്ചാനൂർ പത്മാവതി ദേവി ക്ഷേത്ര ദർശനവും ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്ര ദർശനവും നടത്തുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് തിരക്ക്, എങ്ങനെ പോയാലും 2-3 മണിക്കൂറൊക്കെ നമുക്ക് ക്യൂ നിൽക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്രകൾ അതൊക്കെ വരും. അപ്പോൾ കറക്റ്റ് സമയത്തിന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്ര ദർശനം നടത്താനായി പോകാവൂ. കാരണം അവിടെ ഒരു രാവിലെ 9 മണി മുതലേ നമ്മൾ കയറിയിട്ട് കാര്യമുള്ളൂ. ഒരു 8:30 പോയാട്ടെ അവിടെ കാര്യമുള്ളൂ. അതിന് മുന്നേ പോയാലും നമ്മൾ വെറുതെ വെളിയിൽ നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ ഒരു 8:30 സമയമൊക്കെ ആകുമ്പോഴത്തേക്കും പത്മാവതി അമ്മ, അതായത് ഭഗവാന്റെ പത്നിയായ മഹാലക്ഷ്മിയുടെ സന്നിധിയിലേക്ക് ദർശനം നടത്താനായി പോകണം എന്ന് പറയുന്നത് ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലും ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ്. തിരുപ്പതി ദർശനവുമായിട്ട് ഒരു ഭക്തൻ തിരുപ്പതിയിലെ സന്നിധിയിലേക്ക് വരികയാണെങ്കിൽ ആദ്യം അദ്ദേഹത്തിന്റെ ഭാര്യയായ പത്മാവതി അമ്മയെ ദർശനം നടത്തണമെന്നാണ് പറയുന്നത്. കാര്യം എന്താ? സാക്ഷാൽ വൈകുണ്ഠനാഥനായ ഭൂലോകനാഥനായ ഗോവിന്ദ ഭഗവാൻ പോലും തന്റെ പത്നിയെ തേടിയാണ് ആദ്യം തിരുപ്പതി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, അതായത് തിരുമലയിലേക്ക് വന്ന് ഇറങ്ങിയത് പോലും തൻ്റെ ഭഗവതിയെ തേടിയാണ്. അപ്പോൾ ദർശനം നടത്താനായി, അതായത് സാക്ഷാൽ വൈകുണ്ഠനാഥനായ വെങ്കടേശ്വര ഭഗവാനെ ദർശനം നടത്താനായി വരുന്നവർ തൻ്റെ പത്നിയായ മഹാലക്ഷ്മിയെ ആദ്യം വന്ദിച്ച് നന്ദി പറഞ്ഞിട്ട് വേണം ഭഗവാന്റെ സന്നിധിയിലേക്ക് വരണമെന്നാണ് കേട്ടോ കൂടുതലും ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലും പറയപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾ ആദ്യം തിരുപ്പതി ദർശനം നടത്തുമ്പോൾ അമ്മയെ പോയി ദർശനം നടത്തി ഇവിടെ എത്താൻ സാധിച്ചാൽ നന്ദി പറഞ്ഞിട്ട് അമ്മയുടെ അനുഗ്രഹവും മേടിച്ചിട്ട് വേണം ഇങ്ങ് വരാനായിട്ട്. അപ്പോൾ രാവിലത്തെ ഫുഡും കഴിച്ച് നേരെ അങ്ങോട്ടേക്ക് പോവുക. അതിപ്പോൾ നിങ്ങൾ സ്പെഷ്യൽ എൻട്രി ദർശനം മുൻകൂട്ടി ബുക്ക് ചെയ്ത് വന്നതാണെങ്കിലും, നിങ്ങൾ ഫ്രീ ക്യൂ പ്ലാൻ ആണെങ്കിലും, SST പ്ലാൻ ആണെങ്കിലും, എന്ത് നടന്നു പോകുന്നതാണെങ്കിൽ പോലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അമ്മയുടെ ദർശനവും കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്ര ദർശനം നടത്തണം. ഭഗവാന്റെ ജ്യേഷ്ഠനായ ഗോവിന്ദരാജ പെരുമാളുടെ ക്ഷേത്ര ദർശനവും നടത്തി ഉച്ചയ്ക്കുള്ള ഫുഡും കഴിച്ച് ആ റൂമിൽ കിടന്ന് റെസ്റ്റ് എടുത്തിട്ട്, ഇപ്പോഴത്തെ സമയത്താണ് നിങ്ങൾ അവിടെ ഈ ഒരു ജൂലൈ ഈ ഒരു സമയത്താണ് പോകുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കുമല്ലോ SST ടൈം. ആ ഒരു SST ടോക്കൺ മേടിച്ച് തൊട്ടടുത്ത ദിവസത്തേക്കുള്ള ദർശനത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുക. നിങ്ങൾ SST ടോക്കൺ ആയിക്കോട്ടെ, സ്പെഷ്യൽ എൻട്രി ദർശനം ആയിക്കോട്ടെ, നടന്നു പോകുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ദർശനം ആയിക്കോട്ടെ, ആദ്യം ഈ 2 ക്ഷേത്രം ദർശനം നടത്തിയിട്ട് 3ാമത് ദർശനം നടത്താൻ നേരെ ബസ് പിടിച്ചോ അല്ലെ വണ്ടി പിടിച്ചോ, നിങ്ങൾ എങ്ങനെയാണോ തിരുമലയിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നത്, നേരെ തിരുമലയിലെത്തി വരാഹസ്വാമി, അതായത് ഭഗവാന് ക്ഷേത്രത്തിൽ അവിടെ പണിയാൻ അനുമതി കൊടുത്തതും അവിടെ കുടികൊള്ളാൻ അനുമതി കൊടുത്തതും വരാഹസ്വാമിയാണ്. ആ സ്വാമിയുടെ തൊട്ടടുത്താണ് മുകളിൽ പുഷ്കരണി തീർത്ഥം. ആ തീർത്ഥത്തിൽ ഒന്ന് സ്നാനം ചെയ്ത് വരാഹസ്വാമിയെ ദർശനം നടത്തിയിട്ടാണ് സാക്ഷാൽ ഭൂലോക വൈകുണ്ഠനാഥനായ തിരുപ്പതി ഭഗവാന്റെ സന്നിധിയിലേക്ക് ദർശനം നടത്താനായി പോവേണ്ടത്. ദർശനവും നടത്തി ഭഗവാന്റെ സന്നിധിയിൽ എത്ര നേരം ഇരിക്കാൻ പറ്റുമോ അത്രയും നേരം ഇരുന്ന് തൊഴുത് നേരെ റൂമിൽ തിരിച്ചു വന്ന് റെസ്റ്റ് എടുത്ത് തൊട്ടടുത്ത ദിവസം രാവിലെ കാളഹസ്തി ദർശനം, സാക്ഷാൽ മഹാദേവന്റെ സന്നിധിയിലെത്തി ഭഗവാന്റെ ദർശനവും വാങ്ങിച്ചതിന് ശേഷമാണ് തിരികെ വീട്ടിൽ പോകുക എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ഈ രീതിയിലൊന്ന് ദർശനം നടത്തണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വരുന്ന യാത്രയിൽ കാളഹസ്തി ദർശനം നടത്താൻ പറ്റിയില്ലെങ്കിൽ പോലും തിരുച്ചാനൂർ അമ്മയെ ആദ്യം ദർശനം നടത്താനായി ശ്രമിക്കുക. ഈ ഒരു വിധത്തിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നടത്താം. നിങ്ങൾ വരുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് നടത്താൻ പറ്റുമെങ്കിൽ അത് അത്യുത്തമം. കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ആദ്യം നിങ്ങളിതൊന്ന് ദർശനം നടത്തി വരുമ്പോൾ നിങ്ങൾക്കായിട്ട് തന്നെ ഒരു ഫീല് കിട്ടും. ഓക്കെ, എനിക്ക് മനസ്സിലായി, കാര്യങ്ങൾ മനസ്സിലായി, ഇനി അടുത്ത വട്ടം വരുമ്പോൾ ഇന്ന സമയത്ത് ഇന്ന സ്ഥലങ്ങളിൽ ചെന്നാൽ എനിക്ക് പറ്റും എന്നുള്ളൊരിത് വരും. ആരും എല്ലാം അറിഞ്ഞിട്ടല്ല ഈ പറയുന്ന ഞാനും പോയി ദർശനങ്ങളൊക്കെ നടത്തുന്നത്. ഞാനിപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. ഞാൻ എങ്ങനെയാണ് ദർശനം നടത്തിയത്, അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാത്തതെന്നറിയാവോ? ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത്. കാരണം നിങ്ങളത് ഫീൽ ചെയ്യണം.
നിങ്ങളിത് കേട്ട് നിങ്ങളിത് ഈ ഒരു ദർശനത്തിനായിട്ട് പോകുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ ദർശനം നടത്തി വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു പേഴ്സണൽ അനുഭവമുണ്ട്. അതാണ് പിന്നെയും മുൻകൂട്ടി അല്ലെങ്കിൽ പിന്നെയും ഭാവിയിൽ നിങ്ങൾക്ക് തിരുപ്പതിയിലേക്ക് വരാനും ഈ രീതിയിൽ ദർശനം നടത്താനും ഒരു പ്രചോദനമാവുന്നത്. നിങ്ങൾ കാരണം മറ്റൊരാളിലേക്ക് അത് എത്താനും അങ്ങനെ അത് ആൾക്കാരിലേക്ക് പോകണം. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ കാരണം നിങ്ങൾക്ക് പറ്റി, നിങ്ങൾ കാരണം ഒരു 10 പേർക്ക് പറ്റണം, അവർ കാരണം വീണ്ടും ഒരു 10 പേർക്ക് പറ്റണം. അങ്ങനെ ഭൂലോക വൈകുണ്ഠനാഥനായ ഈ തിരുമലയിൽ എത്താൻ എല്ലാവർക്കും പറ്റണം. അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ദർശനം നടത്താനായി ശ്രമിക്കുക. അപ്പോൾ പുതിയ SST ഏറ്റവും പുതിയ ടൈമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് തന്നത്. അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഡെയിലി അപ്ഡേറ്റ്സുകൾ കാര്യങ്ങളൊക്കെ വരും. പിന്നെ അതുപോലെ തന്നെ NRI ഉള്ള ആൾക്കാർക്ക് സ്പെഷ്യൽ ദർശനമുണ്ട്. ടിക്കറ്റ്, പാസ്പോർട്ടിൻ്റെ കോപ്പി ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സെപ്പറേറ്റ് വഴി പോവാം. പിന്നെ സേവ ചെയ്യുന്നവരുണ്ട്, സേവ ചെയ്ത് ബുക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ള എല്ലാം ഞാനും കുറേ കാര്യങ്ങൾ പഠിച്ച് വരുന്നേ ഉള്ളൂ. ഞാൻ പഠിച്ച് വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ വീഡിയോസായിട്ട് അപ്ഡേറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ലക്ഷ്യം എല്ലാ തരത്തിലും ഭഗവാന്റെ സന്നിധിയിലേക്ക് ആൾക്കാരെ എത്തിക്കുക എന്നുള്ളത്. ഇപ്പം ഈ പാക്കേജ് എടുത്ത് പോകുന്നവരുണ്ടായിരിക്കും, ഒരുപാട് ആൾക്കാരെ വെയിറ്റ് ചെയ്തിരുന്ന് പോകുന്നവരുണ്ടായിരിക്കും. അവർക്കൊക്കെ തനിയെ പോകാൻ പറ്റണം. മനസ്സിലായ? ഒറ്റയ്ക്ക് ആദ്യമായിട്ട് ചെന്നാൽ പോലും ഒരു എന്താ പറയുക, ഒരു സ്ട്രേഞ്ച് ഫീൽ ചെയ്യരുത്. നമ്മളെല്ലാം കണ്ടും കേട്ടും നടന്നൊരു സ്ഥലത്ത് നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്നൊരു ഫീല്, അതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ആരെയും കാത്തു നിൽക്കാതെ ഇപ്പോൾ ഒറ്റ മൈൻഡിൽ വിളിച്ചാൽ വരുന്ന കൂട്ടുകാരോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ആരോ ആയിക്കോട്ടെ, അവരോട് പോകാൻ പറ്റുന്ന എല്ലാ ആൾക്കാരും കൂടെ ഒരുമിച്ച് ഭഗവാന്റെ സന്നിധിയിലെത്തി ദർശനം നടത്തി ഇങ്ങനെ വരണം. എപ്പോൾ തോന്നിയാൽ എനിക്കിപ്പോൾ തിരുപ്പതി പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ തിരുപ്പതി പോകണം. പിന്നെ ഒരു തെറ്റിദ്ധാരണ ഉള്ളത്, ഭഗവാൻ സാക്ഷാൽ വൈകുണ്ഠനാഥനായ ഗോവിന്ദ ഭഗവാൻ വിളിച്ചാൽ മാത്രമേ ആ സന്നിധിയിലേക്ക് കാലെടുത്ത് പ്രവേശിക്കാൻ പറ്റൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. ഒരിക്കലുമല്ല. സാക്ഷാൽ ഭൂലോകനാഥനായ വൈകുണ്ഠനാഥനായ വെങ്കടേശ്വര ഭഗവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് തൻ്റെ ഭക്തർക്ക് ദർശനം കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡെയിലി അവിടെ വരുന്ന ആൾക്കാർ. ഒരു സമയത്ത് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു മാസക്കാലയളവിൽ മാത്രമല്ല, എല്ലാ ദിവസവും മിനിമം ഒരു 10-30,000 പേരെങ്കിലും ഭഗവാന്റെ സന്നിധിയിലെത്തി ഭഗവാന്റെ ദർശനത്തിനായി വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ള ചിന്തയാണ് നമ്മൾ അവിടെ യുക്തിപരമായി ചിന്തിക്കേണ്ടത്. അദ്ദേഹം ഏറ്റവും കൂടുതൽ തൻ്റെ ഭക്തർക്ക് ദർശനം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ മനഃശുദ്ധിയും ആത്മശുദ്ധിയും നമ്മുടെ ഭക്തിയൊക്കെ ഒന്ന് മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ അങ്ങ് എത്തിച്ചോളും ഭഗവാൻ. സ്വപ്ന ദർശനം തന്നിട്ടാണെങ്കിലും നമ്മളെ അങ്ങ് എത്തിച്ചോളും ഭഗവാൻ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ നിങ്ങൾക്ക് എപ്പോൾ തോന്നുന്നു അപ്പോൾ എനിക്ക് കയറി വരിക. മനസ്സിലായ? ആർക്കും കാത്തിരിക്കേണ്ടി വരരുത്. അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടായാലേ എനിക്ക് വരാൻ പറ്റൂ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ എനിക്ക് വരാൻ പറ്റൂ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഈ യാത്ര ബുദ്ധിമുട്ടാവുന്നത്. അല്ലാതെ തൻ്റെ ഭഗവാൻ വിളിക്കാത്തത് കൊണ്ടല്ല, ഒരിക്കലും അല്ല. അങ്ങനെ ചിന്തിക്കുക ചെയ്യരുത്. അപ്പോൾ എൻ്റെ ലക്ഷ്യം അങ്ങനെയുള്ളവർക്കും ഒരു ടൈമിലും പെട്ടെന്ന് തോന്നിയാൽ അപ്പോഴേക്കും കയറി വരണം. നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരാനായിട്ട് നല്ലത് ട്രെയിൻ തന്നെയാണ്. ചിലവ് ചുരുക്കി നമുക്ക് ഇവിടെ കയറി വരാം. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് കോട്ടയം വഴിയാണെങ്കിലും ആലപ്പുഴ വഴിയാണെങ്കിലും തിരുവനന്തപുരം ഭാഗത്തു നിന്നൊക്കെ വണ്ടിയുണ്ട്. ആകെ ബുദ്ധിമുട്ടുള്ളത് മലബാർ ഭാഗത്തു നിന്നേ ഉള്ളൂ. മലബാർ ഭാഗത്തു നിന്ന് ഡെയിലി വണ്ടികളില്ല. വീക്കിലി ഉള്ള വണ്ടി അത് 1-2 വണ്ടി മാത്രമേ ഉള്ളൂ. അതിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ തിരുപ്പതിയിൽ ഡയറക്റ്റ് സ്റ്റോപ്പ് ഉള്ളത്. അതിന് മുമ്പുള്ള റെനിഗുണ്ട ജംഗ്ഷനിലാണ് മറ്റൊരു ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. അപ്പം മലബാർ ഭാഗത്തുള്ളവർക്കേ ഉള്ളൊരു പ്രശ്നം. അതല്ലെങ്കിൽ അവർക്ക് പാലക്കാട് അവിടുന്ന് വണ്ടി കണക്ട് ചെയ്ത് എപ്പോഴും തിരുപ്പതിയിലേക്ക് വരാനും തിരുപ്പതിയിൽ നിന്ന് തിരിച്ച് പാലക്കാട് ഇറങ്ങി അവിടുന്ന് കണക്ട് ചെയ്ത് തിരിച്ച് നിങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് പോകാനും ആയിട്ട് സാധിക്കും. അപ്പം അങ്ങനൊരു പ്രത്യേകതയാണ് ഇവിടെ ഉള്ളത്. ഈ 300 രൂപ എൻട്രി, സ്പെഷ്യൽ എൻട്രി ദർശനത്തിനെ പറ്റി ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞതേ ഉള്ളൂ. അതിനെ പറ്റിയിട്ട് പൂർണ്ണമായിട്ട് നല്ലൊരു വിവരണങ്ങൾ ഞാൻ ചെയ്യാം. കാരണം നമ്മളിപ്പോൾ ഒരു നമ്പറിൽ നിന്ന് ബുക്ക് ചെയ്ത് നമുക്ക് നമ്പർ വഴിയാണല്ലോ അതിനകത്ത് ഈ TTD എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ്, തിരുപ്പതി തിരുമല ദേവസ്ഥാനം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ കിട്ടും. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മളൊരു നമ്പർ വെച്ചിട്ടാണ് അതിനകത്ത് ലോഗിൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ആ നമ്പറിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു മാസത്തേക്ക് നമുക്ക് എന്താ ചെയ്യാൻ പറ്റത്തില്ല, 300 രൂപയുടെ സ്പെഷ്യൽ എൻട്രി ദർശനം ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. മറ്റൊരു നമ്പറിൽ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു നമ്പറിൽ നിന്ന് നമ്മൾ ഒരു വട്ടം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 30 ദിവസം കഴിഞ്ഞിട്ടേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ജൂൺ മാസത്തിൽ അത് സെപ്റ്റംബർ മാസത്തിലേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജൂലൈയിൽ ഒക്ടോബർ മാസത്തിൽ ബുക്ക് ചെയ്യാനായിട്ട് ആ സെയിം നമ്പറിൽ പറ്റത്തില്ല. മറ്റൊരു നമ്പരും മറ്റൊരു ഇമെയിൽ ഐഡിയും കൊടുത്ത് വേണം ബുക്ക് ചെയ്യാൻ. പിന്നെ നമുക്കത് റിപ്പീറ്റ് അടിച്ച് പോകാം. നമുക്കൊരു 2 നമ്പർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. മനസ്സിലായോ? ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 300 രൂപ എൻട്രി ദർശനം ബുക്ക് ചെയ്യുന്നവരൊക്കെ അതൊന്ന് ശ്രദ്ധിക്കുക. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഈ 2 തരത്തിലുള്ള ഒരു ഫ്രീ ദർശനം ഉണ്ടല്ലോ. അതിലൊന്ന് നേരിട്ട് തിരുമലയിൽ പോയി ക്യൂവിൽ നിൽക്കുന്ന ഫ്രീ ദർശനമാണ്. അത് സർവ്വദർശനം എന്നാണ് അതിന് പറയുന്നത്. അതായത് തിരുമലയിൽ കൃഷ്ണതേജ സർക്കിളാണ് അതിൻ്റെ ഒരു ക്യൂവിൻ്റെ എൻട്രി പോയിന്റ് വരുന്നത്. ഈ കൃഷ്ണതേജ സർക്കിൾ SV ഗസ്റ്റ് ഹൗസിനും SV മ്യൂസിയത്തിനും ഇടയിലാണ്.
ഈ ഫ്രീ ക്യൂവും ഈ ഒരു ജൂൺ സമയവും ജൂലൈ സമയത്ത് വീക്കെൻഡ് അല്ലാത്ത ഏതെങ്കിലും ഇട ദിവസങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പോസ്റ്റ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ദർശനം നടത്തി ഇങ്ങ് വരാനായി സാധിക്കും. പിന്നെ നമ്മുടെ ഇപ്പോൾ പറഞ്ഞ എസ് എസ് ടിയുടെ പുതിയ ടൈം എപ്പോഴാണ്? ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ 11 മണി തൊട്ട് അവിടെ ആൾക്കാർ വരും. തൊട്ടടുത്ത ദിവസത്തെ ഏതെങ്കിലും ഒരു സമയത്തിനായിരിക്കും നമുക്ക് ദർശനം കിട്ടുന്നത്. കയ്യിൽ ഏത് ടൈപ്പ് ദർശനമാണെങ്കിലും നമ്മുടെ കയ്യിൽ ഒറിജിനൽ ആധാർ കാർഡ് മസ്റ്റാണ്. ഒറിജിനൽ തന്നെ നമ്മുടെ കയ്യിൽ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ SSDയും ഫ്രീ തന്നെയാണ്, പൈസയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കൊടുക്കണ്ട. പക്ഷേ ആദ്യം ഞാൻ പറഞ്ഞ സർവ്വദർശനം ഉണ്ടല്ലോ, അതായത് തിരുമലയിൽ കൃഷ്ണതേജ സർക്കിളിൽ പോയി നിൽക്കുന്നത്, അതിനെക്കാട്ടി പകുതി സമയം മതി SSDയിൽ നമുക്ക് ദർശനം നടത്താനായിട്ട് പോയിട്ടിങ്ങി വരാനായിട്ട്. കാരണം അത് തൊട്ടടുത്ത ദിവസത്തേക്കാണെന്ന് എന്നുള്ളൊരു പ്രത്യേകതയുള്ളൂ. അതായത് ചെല്ലുന്ന ദിവസം SSD ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ അന്ന് നമുക്ക് ദർശനം കിട്ടത്തില്ല. തൊട്ട് അടുത്ത ദിവസത്തേക്കായിരിക്കും നമുക്ക് ദർശനം കിട്ടുന്നത്. ഓക്കെ, സ്ലോട്ടഡ് സർവ്വദർശൻ എന്നാണ് അതിന് പറയുന്നത്. ഈ ഒരു SSDയുടെ ടൈമിങ്സ് ഇങ്ങനെ തിരുമലയിൽ എപ്പോഴും ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാനായിട്ട് പ്ലാൻ ഇട്ടത്. അപ്പോൾ പോകുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്കത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും SSDയുടെ ടൈം ഇങ്ങനെയാണ് എന്നുള്ളത്. എന്തായാലും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ബ്രഹ്മോത്സവം ആയതുകൊണ്ട് സെപ്റ്റംബറിൽ ഞാൻ പറഞ്ഞ തീയതികൾ നിങ്ങൾ മറന്നു പോകണ്ട. അത് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ടൈമാണ്. അപ്പോൾ നാളെയാണ് സെപ്റ്റംബർ മാസത്തെ, അതായത് ജൂൺ 20, ഇന്ന് 23-ാം തീയതിയായി. 24-ാം തീയതി രാവിലെ 10 മണിക്ക് ഓപ്പൺ ആവും. ഇന്ന് രാത്രി 7 മണിക്കായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ കാണുന്നവർ ഇനി വിഷമിച്ചു പോകരുത്. കാരണം ജൂലൈയിൽ വീണ്ടും ഓപ്പൺ ആവുമല്ലോ. 24-ാം തീയതി രാവിലെ 10 മണിക്ക് 300 രൂപ എൻട്രി ദർശൻ ഓപ്പൺ ആവും. അപ്പോൾ ഈ വലിയ പേടിയൊക്കെ ഉള്ളവരും ഈ തെള്ളും അങ്ങനെയൊക്കെ ഉള്ളൊരു തെള്ളൊന്നും ഇല്ല, പക്ഷെ ആൾക്കാർ കൂടുമ്പോൾ ഉള്ള ഒരു പാനിക് ആൻസൈറ്റി ഒക്കെ കാണുന്നവരും ഈ റഷൊക്കെ കാണുമ്പോൾ ഒരു മെൻ്റലി കുറച്ച് ഔട്ട് ആവുന്നവർക്കൊക്കെ ഈ 300 രൂപ എൻട്രിയുടെ സ്പെഷ്യൽ എൻട്രി ദർശനമാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാൻ അതേ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ പോകാനായിട്ട് വരിക. അതല്ലെങ്കിൽ ഈ പറയുന്ന ജൂൺ മാസം അവസാനമുള്ള SSD പോയാലും കുറേ കൂടി നല്ലതാണ്. SSD ടോക്കൺ എടുത്ത് പോകുന്നതും നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ വെങ്കടേശ്വരൻ്റെ തിരുമലയിൽ സന്നിധിയിലെത്തി ദർശനം കിട്ടാനും ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എന്നും ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവാനും ഞാൻ പ്രാർത്ഥിക്കാം. ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും, ഈ വീഡിയോ എത്തിക്കുന്ന എല്ലാവരിലേക്കും ഇവിടെ ഈ തിരുസന്നിധിയിൽ എത്താനുള്ള പ്രാർത്ഥനയും ഞാൻ ഭഗവാന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ എത്താനും സാധിക്കും. ഭഗവാൻ സ്വപ്നത്തിൽ ദർശനം തന്ന് നിങ്ങളെ ഈ തിരുമലയിൽ എത്തിക്കുന്നതാണ്. ഗോവിന്ദ ഗോവിന്ദ, ഓം നമോ വെങ്കടേശായ, ഓം നമോ ശ്രീനിവാസായ. മറ്റൊരു തിരുപ്പതി അപ്ഡേറ്റുമായിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. മറ്റ് ക്ഷേത്ര ദർശനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ്. ബൈ 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 ബൈ.